അത് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നല്ലൊരു ക്യാരക്ടറിനായിട്ട്. കാരണം നമ്മൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്താൽ പോലും ചിലപ്പോൾ ആരും അറിയണമെന്ന് പോലും ആരും കാണുന്ന പോലും ഇല്ല. അപ്പോൾ നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്കൊരു എൻ്റെ ശരത്തി ക്യാരക്ടർ പറയാൻ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ദിലീഷേട്ടൻ ഷാൻജോൻ അനിയനായിട്ട് കുട്ടിയേട്ടൻ്റെ മകനായിട്ട്. എനിക്ക് അപ്പം തന്നെ കിളി പോയി. കാരണം ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും സ്വപ്നമാണ് കാരണം ഇത്രയും എസ്റ്റാബ്ലിഷ് ആൾക്കാരോട് അഭിനയിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഫസലാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. ഒരു ഗംഭീര സ്ക്രിപ്റ്റാണ്. പടം കണ്ടാവും എല്ലാവർക്കും അറിയാം. ഗംഭീര സ്ക്രിപ്റ്റാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡെപ്തുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ സ്വപ്നമായിരുന്നു, എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മളിവിടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ദിലീഷേട്ടനാണെങ്കിലും ഷാൻജോട്ടാണെങ്കിലും കുട്ടിയേട്ടനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പറഞ്ഞു തരും. അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ്. ആർക്കും ഒരു ഈഗോയോ ഒന്നുമില്ല. സിനിമ വന്നാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തും കുട്ടിയേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്തുന്നുണ്ട് പുള്ളി അഭിനയത്തെക്കുറിച്ച്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ എനിക്ക് വർഷം എടുക്കും അത്രയും പഠിക്കും. അത്രയും പുള്ളിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ ബന്ധം ഫോം ചെയ്താൽ പുള്ളി ശരിക്കും ഇത്രയും പറഞ്ഞിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ബോധേട്ടൻ ദിലീഷേട്ടൻ പടം കണ്ടിട്ട് ഞാൻ കൊള്ളാമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു സിനിമയിൽ ഞാൻ മോശമാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തകവെക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബോധേട്ടൻ നന്നായി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ്. എല്ലാവരും സിനിമയോട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ബ്രേക്കായി മാറട്ടെ. എല്ലാവർക്കും വേണ്ട നല്ല സിനിമകളാണ്. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലീഡ് ചെയ്യാമെന്നുള്ള ആർക്കും ആഗ്രഹമുണ്ട് എന്നല്ല, പക്ഷെ സ്റ്റിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു വളരെ വലിയ ഭാഗ്യമായിരുന്നു. അതിന് ഞാൻ ശരത്തിനോടും മൈഗോ ഫിലിംസിനോടും എഡിയോടും നന്ദി പറയുന്നു. അപ്പോൾ ഫസലിനോടും നന്ദി പറയുന്നു.